നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കണമെന്ന വാശിയിലാണ്. ഉയർന്ന ചിന്താഗതിയോടുകൂടി ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ ഇതാ വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? നിങ്ങളിലേക്ക് വരണമെന്ന് ഈ വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ ആലോചിക്കുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒറ്റപ്പെടലിൽ നിന്നും വളരെയധികം മനഃശക്തിയോട് കൂടി ഉയർന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജം തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപൂർണതയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത് തൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ പല കാര്യങ്ങളും കീഴടക്കുമ്പോഴാണ്. ഈ ഒരു ചിന്താഗതിയും വിശ്വാസവുമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുവാനോ മറ്റുള്ളവരുടെ സഹായത്തിനോ പണത്തിനോ മറ്റെന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവ രീതി ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തെയും സ്വസ്ഥമായും തൻ്റെ ഇടത്തോടു കൂടിയും ഒറ്റയ്ക്ക് നേരിടാം എന്നുള്ള ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ മാനസികപരമായിട്ടോ മറ്റേത് രീതിയിലും തകർത്തെറിയുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രാവർത്തികമാകുന്ന ഒരു കാര്യമല്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പലവരോടും ഈ വ്യക്തി ഉപദേശം തേടിയേക്കാം, അല്ലെങ്കിൽ അഭിപ്രായം ചോദിച്ചേക്കാം. രണ്ടാമത് ഒരു അഭിപ്രായം കേൾക്കുവാൻ വേണ്ടിയിട്ട് മറ്റാരോടെങ്കിലും അഭിപ്രായം ചെറിയ രീതിയിൽ ഈ വ്യക്തി ചോദിച്ചു എന്ന് വരാം. പക്ഷേ എന്ന് കരുതി ഈ വ്യക്തി യാതൊരു തരത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കുവാനോ മറ്റുള്ളവരോട് സഹായങ്ങൾ ചോദിച്ചു നടക്കുവാനോ അല്ലെങ്കിൽ അപേക്ഷിക്കുവാനോ ഒന്നും തന്നെ ഈ വ്യക്തി പോവുകയില്ല. വളരെയധികം തൻ്റെ ഇടവും ഉറച്ച നട്ടലോട് കൂടി നടക്കുന്ന ഒരു വ്യക്തിയെയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും പരാതിയും പരിഭവങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നതല്ല. എന്തൊക്കെയാണോ അവനവന്റെ സ്വന്തം തെറ്റുകൾ അത് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പോരാട്ടങ്ങളും നല്ല പ്രവൃത്തികളും സ്നേഹവും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു സമർപ്പണ ബോധം അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നിങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തി ഇപ്പോഴും വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഒറ്റപ്പെടലിന്റെ വേദന, അതായത് ഈ വ്യക്തി മറ്റു പല കാര്യങ്ങൾക്കും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടുക തന്നെ ചെയ്യും. മറ്റാരുടെയും ആവശ്യം ഈ വ്യക്തിക്കില്ല. എന്നാൽ പ്രണയത്തിന്റെ കാര്യത്തിൽ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ പുറത്തോ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പിലേക്കോ പോയപ്പോൾ പോലും ഈ വ്യക്തിക്ക് അത് സഹിക്കുവാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് കൂടിയേ തീരൂ എന്നുള്ള വിശ്വാസം തന്നെയാണ്. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് ഇതുവരെയും സ്നേഹം ലഭിക്കാത്തത് കൊണ്ട് തന്നെ വളരെയധികം സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയും അതിനു വേണ്ടിയിട്ട് മറ്റു പലവരോടും സ്നേഹം കാണിക്കുകയും അതിലൂടെ ഈ വ്യക്തിക്ക് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തിരിച്ചടികൾ ലഭിക്കുകയും ഒക്കെ ചെയ്ത് സ്നേഹം എന്ന് പറയുന്ന കാര്യത്തിനോട് പോലും ഒരു പക്ഷെ വളരെയധികം വെറുപ്പ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മനോഭാവമാണ്. ഇവിടെ ഇപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ വ്യക്തിയോട് വഴക്കുണ്ടാകാം, അരോചകമുണ്ടാകാം, ദേഷ്യമുണ്ടാകാം, അതുപോലെ തന്നെ മനസ്സിന്റെ വേദനയുണ്ടാകാം, തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതിന്റെ വിങ്ങലുണ്ടാകാം. എന്നാൽ ഈ വ്യക്തിക്കോ
അതിനെയെല്ലാം മറികടന്നുകൊണ്ട് പോസിറ്റീവ് എനർജിയിലേക്ക് വരുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമെല്ലാം ഈ വ്യക്തിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ വേറെ രീതിയിലേക്കോ പോകുമോ എന്നുള്ള പേടി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു, എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മാറ്റിയെടുക്കുവാൻ, അതായത് ഈ വ്യക്തിയെ കളഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേറൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതികൾ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹ കൂടുതലുകളും സമർപ്പണ ബോധവും അത്രമാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതൊരു ജോലി ആയിരിക്കാം. കൂടുതലും നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ഉയർന്ന രീതിയിൽ വിജയിക്കണമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കും ഉൾപ്പെടെ അഭിമാനമായി നിൽക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു ജോലി ഈ വ്യക്തിക്ക് ഉണ്ടാകാം. പോരാത്തതിന് വേറെയും മാർഗങ്ങൾ, വരുമാന മാർഗങ്ങളും അതുപോലെ ജീവിത രീതിയും പരിപൂർണമായി ഉയരങ്ങളിലേക്ക് മെച്ചപ്പെടുത്തണമെന്നും ലൈഫ് സ്റ്റൈല് തന്നെ മാറ്റിയെടുക്കണമെന്നും എന്നുള്ള വളരെയധികം ഉയർന്ന ചിന്താഗതിയാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. കാരണം അതിപ്പോൾ നിങ്ങളോട് അധികം സംസാരിക്കാതെ മാറി നിൽക്കേണ്ടി വന്നാൽ പോലും ഈ വ്യക്തി അത് സഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടിയാണ് താൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നും അധ്വാനിക്കുന്നതെന്നും പണം ഉണ്ടാക്കുന്നതെന്നും ഉള്ള തോന്നൽ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. ഇത്രയും കാലം ഒരുപക്ഷെ തൻ്റെ കുടുംബങ്ങൾക്കും തൻ്റെ കുടുംബത്തിനും കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതൊരു ദിനചര്യയായി സ്ഥിരമായ ഒരു കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. എന്നാൽ ഈ വ്യക്തിയുടേത് മാത്രമായിട്ടുള്ള ചിന്തകളോ ജീവിതമോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. തൻ്റെതായിട്ടുള്ള ഇഷ്ടമോ അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള പ്രൈവസിയോ സ്നേഹമോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാനൊക്കെയും എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വേണ്ടത് അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഇവിടെ വേണ്ടാത്ത പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. അതായത് അത് വേണ്ടാത്ത വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, അനാവശ്യമായിട്ടുള്ള ചെലവായിരിക്കാം, ഉത്തരവാദിത്തങ്ങളായിരിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഈ വ്യക്തി തന്ത്രപൂർവം ബുദ്ധിപൂർവം മാറി നിൽക്കുന്നതായിട്ട്, അതായത് അതിലേക്ക് പോകാതെ മാറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ വ്യക്തി ജീവിതം അങ്ങേയറ്റം വിശദമായി പഠിച്ചെടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം മുന്നോട്ട് നയിച്ചേക്കാം എന്നുള്ള ചിന്തകളൊന്നും ഈ വ്യക്തിക്കില്ല. നിങ്ങളിൽ നിന്നും ഒരു തലമുറ വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു കുടുംബമായിരിക്കാം. കുടുംബവും കുട്ടികളും ഒക്കെയായി വളരെയധികം സന്തുഷ്ടമായി പരിപൂർണതയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ജീവിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാപ്പകലില്ലാതെ അധ്വാനിക്കുകയും അതിലേറെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണപ്പെടുന്നു. അത് കൂടുതലും പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഈ വ്യക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും ഈ പ്രണയബന്ധത്തിൽ ഒരു അനുഗ്രഹമായി ഭാവിയിൽ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായി കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള വാശിയോട് കൂടി തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉയർന്ന ചിന്താഗതി തന്നെയാണ് ഈ വ്യക്തിയെ ഓരോ ദിവസവും ഈ വ്യക്തിയിൽ നിന്നും തന്നെ വ്യത്യസ്തനാക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ വായനയിലെ പ്രപഞ്ച ശക്തിയുടെ സന്ദേശങ്ങൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.